Hi everyone, this is Ebin Say from Evika. അങ്ങനെ നമ്മുടെ ഹെൽത്ത് ഒക്കെ റിക്കവറി ആയ വഴിയാണ്. സോ വീഡിയോ ചെയ്യാൻ കരുതി. ഇന്നത്തെ ആപ്പിൾ ന്യൂസിലെ കുറച്ച് എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ആപ്പിളിലെ കോണ്ടന്റ്സും ബാക്കി കാര്യങ്ങളും ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ കിടിലം വാൾപേപ്പേഴ്സും റീൽസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെയും അറിയാൻ പറ്റും. സോ ഇപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു ഇൻക. ഒന്നാമത്തെ കാര്യം നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.5 ബെറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്യാറുണ്ട്. ഇത് ബെറ്റ മാത്രമാണ്. ഇതിന്റെ കൂടെ തന്നെ കുറേയധികം ബെറ്റാസ് വന്നിട്ടുണ്ട്. visionOS, macOS, tvOS, watchOS, iPadOS എന്നിങ്ങനെ എല്ലാ അപ്ഡേറ്റിന്റെയും ബെറ്റയാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊരു ബെറ്റ ടെസ്റ്റർ ആണെങ്കിൽ ആ ഒരു ബെറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഒറ്റ ഫോണേ ഉള്ളൂ, പ്രൈമറി ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആ ഫോണാണ് ചെയ്യുന്നതെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് കിട്ടണമെന്ന് കരുതി ബെറ്റ് വീണ്ടും ചെയ്യരുത്. കാരണം ബെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബഗ് വരാനും ചാൻസ് ഉണ്ട്. അതേപോലെ ഡിസ്പ്ലേ ഇഷ്യൂസ്, ബാറ്ററി ഇഷ്യൂസ് ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഞാനൊക്കെ സെക്കൻഡറി ഡിവൈസിലാണ് ചെയ്തത്. സോ അത് എപ്പോഴും ഓർത്തിരിക്കുക. ഫീച്ചേഴ്സിന് വേണ്ടി ചാടിക്കയറി ചെയ്യരുത്. അതോടൊപ്പം തന്നെ iOS 26.4.1 ഒരു ഫോളോ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ പേര് ചോദിച്ചായിരുന്നു ബാറ്ററി എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടോ, എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അപ്ഡേറ്റിന്റെ കാര്യം പറഞ്ഞാൽ iOS 27 നമുക്ക് ജൂണിൽ കാണാൻ പറ്റും. ജൂൺ 8 WW26 ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറേയധികം കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ തന്നെ AI ബേസ്ഡ് അല്ലെങ്കിൽ AI ഇന്റലിജൻസിന് വേണ്ടിയാണ് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ലീക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലീക്ക് മാത്രമാണ്. കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ ലീക്സ് കുറെ നമുക്ക് കിട്ടിയിട്ട് ആ ഓരോ കാര്യം നമുക്ക് കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പിൾ ഇന്റലിജൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായില്ല. സോ ഈ കൊല്ലമെങ്കിലും നമുക്ക് ഒരു എന്താ പറയാ ബെറ്റർ എൻഹാൻസ്ഡ് ആയിട്ടുള്ള സിറി 2.0 കിട്ടും എന്ന് പറയുന്നുണ്ട്. ഈ സിറിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീമാപ്പ് ആയിട്ടുള്ള എന്താ പറയാ ലുക്കും കാര്യങ്ങളും കൊണ്ടുവരും. നമുക്ക് 3 ടൈപ്പ് സിറി വരും. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്തെ താഴത്ത് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള ആ ചെറിയ സർക്കിൾ, താഴത്ത് വരുന്ന ചെറിയ സർക്കിൾ. രണ്ടാമത്തെ ഇപ്പൊ എഡ്ജ് ഗ്ലോയിങ് ആയിട്ട് നമ്മുടെ ഫുൾ ഫോണ് വരില്ലേ, അങ്ങനത്തെ ഒരു രണ്ടാമത്തെ മോഡൽ സിറി. മൂന്നാമത്തെ മോഡൽ സിറി ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡിലായിരിക്കും വരാൻ പോകുന്നത്. അതായത് ഡൈനാമിക് ഐലൻഡ് ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ഇല്ലേ, അത് ഒക്യുപ്പൈ ചെയ്തായിരിക്കും സിറി വരാൻ പോകുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. ഇനി ആപ്പിൾ ഇന്റലിജൻസിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ന്യൂട്രീഷൻ ലേബൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ ഒരിടക്ക് ഈ പാക്കറ്റിന്റെ പുറകിലുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കുമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ മലയാളത്തില് ഈ പറഞ്ഞ ഫുഡിന്റെ കോണ്ടന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ ന്യൂട്രീഷൻ ലേബലിന്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു തരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി നമ്മുടെ കേരളത്തിലും ആ ഒരു എന്താ പറയാ ഹാബിറ്റ് കൊണ്ടുതന്നെ നമ്മൾ കഴിക്കുന്ന സാധനത്തിന്റെ ബാക്കിൽ എന്താ ഉള്ളത് നമ്മൾ വായിക്കണ്ടേ. സോ ആ ഒരു ഫീച്ചർ, അതായത് ഫുഡ് ന്യൂട്രീഷൻ ലേബല് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഈ സ്കാൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താ അറിയാമോ? ആപ്പിൾ ഹെൽത്തില് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ, നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസ് ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഒരു ഫുഡിന്റെ പാക്കറ്റ്, ഇപ്പോൾ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ലേബിൾ സ്കാൻ ചെയ്ത് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റും. അത് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ വിഷ്വൽ ഇന്റലിജൻസ് ഉണ്ടാക്കും. നമ്മൾ ഞെക്കി പിടിച്ചിട്ട് ഇപ്പൊ ഒരു പോസ്റ്റർ കാണുന്നതാണ്, എന്തെങ്കിലും ഇവന്റിന്റെ പോസ്റ്റർ കാണാം. ആ പോസ്റ്റർ കാണുമ്പോൾ അതിലെന്താണ്, ഏത് ദിവസമാണ് ഇവന്റ് ഉള്ളത്, ഏത് സ്ഥലത്താണ് ഇവന്റ് ഉള്ളത് വെച്ച് നമ്മളത് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ വിഷ്വൽ ഇന്റലിജൻസ് എടുത്തിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ കലണ്ടറിലേക്ക് പോകുന്നു. കലണ്ടറിൽ ആ പറഞ്ഞ ഫുൾ സ്കെഡ്യൂളും നമുക്ക് പ്ലാൻ ചെയ്ത് ചാട്ടാവുന്നു. സെയിം ഫീച്ചറിന് വിഷ്വൽ ഇന്റലിജൻസ് ഇട്ട് ഇപ്പോ എന്തെങ്കിലും പോസ്റ്റർ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഒരു എന്താ പറയാ ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ എന്റെ പേരും കമ്പനി പേരും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്യാം. അപ്പൊ സ്കാൻ ചെയ്യുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ടിലേക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഫോൺ നമ്പറും പേരും ഡയറക്റ്റ് ഒരു സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും ആപ്പിൾ ഇന്റലിജൻസ്, അതായത് വിഷ്വൽ ഇന്റലിജൻസിൽ വരുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് നമുക്ക് ഈ പറയുന്ന ഡിജിറ്റൽ പാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ പാസ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് വാളറ്റിലെ ഡിജിറ്റൽ പാസ് ആയിട്ട് ആഡ് ചെയ്യാം. മൂവി ടിക്കറ്റ്സ് നമുക്ക് ആപ്പിൾ വാളറ്റിലെ ഡിജിറ്റലായിട്ട് ആഡ് ചെയ്യാം. അതേപോലെ ഇപ്പൊ നമ്മൾ എന്തൊരു പരിപാടി കണ്ടു,
ആപ്പിൾ ഇന്റലിജൻസിൽ തന്നെ നമ്മൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ വിഷ്വൽ ഇന്റലിജൻസ് എടുത്തു, ഒരു പരിപാടി നമ്മൾ ചാർട്ട് ചെയ്തു. ഈ ചാർട്ട് ചെയ്ത പരിപാടി നമുക്ക് തന്നെ ഐഫോണിൽ ഒരു ഡിജിറ്റൽ പാസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷ്വലി നല്ല ഭംഗിയുണ്ടാവും, നമ്മൾ സ്ക്രീൻഷോട്ട് കാണിക്കണ്ട, അതിൽ ഭംഗിയായിട്ട് നല്ല. എനിക്കൊക്കെ അങ്ങനത്തെ വാളറ്റിൽ കാണാനോ അങ്ങനത്തെ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ്. നമ്മൾ സിനിമക്കൊക്കെ പോകുമ്പോൾ ചുമ്മാ ടാപ്പ് ചെയ്യുക, ടിക്കറ്റ് കാണിക്കുക, സ്കാൻ ചെയ്യുക, പോവുക. നമ്മൾ സ്ക്രീൻഷോട്ട് കാണിക്കേണ്ട ആ ഒരു മെന്റാലിറ്റിന്ന് മാറി കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ടുള്ള പരിപാടി. സോ ആ ഒരു ഓപ്ഷൻ ഡിജിറ്റൽ പാസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനും ആപ്പിൾ ഇന്റലിജൻസിൽ വരുന്നുണ്ട്. ആൻഡ് ഏറ്റവും ഫൈനലായിട്ട് വരുന്നത് സഫാരിയിൽ വരുന്ന ആപ്പിൾ ഇന്റലിജൻസ് ആണ്. ഇപ്പോ നമ്മള് സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഓരോ ടാബ്, നമ്മളിപ്പോ 500ഓളം ടാബ് സഫാരിയിൽ ആഡ് ചെയ്യാം. ഈ 500 ടാബിൽ എത്ര ടാബുകൾ നിങ്ങൾ കാറിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ചിലപ്പോ കോണീസൊക്കെ ആയിരിക്കും ഒരെണ്ണം, രണ്ടാമത്തെ ചിലപ്പോ ഫുഡിനെ പറ്റി ആയിരിക്കും, മൂന്നാമത്തെ ടാബ് ചിലപ്പോ എയറിനെ പറ്റി ആയിരിക്കും, നാലാമത്തെ ടാബ് ഇപ്പൊ ഐഫോണെ പറ്റി ആയിരിക്കും, അഞ്ചാമത്തെ ടാബ് മെർക്കിനെ പറ്റി ആയിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് ടാബും ഫിഫ്ത്ത് ടാബും എന്താണ്? കാറിനെ പറ്റിയാണ്. ഈ 2 കാറുകളുടെ ടാബും ഒന്നാക്കിയിട്ട് ഒരു ഓട്ടോ ടാബ് ചെയ്ത് ഒരു സിംഗിൾ കാറ്റഗറി ആയിട്ട് ആപ്പിൾ ചേഞ്ച് ചെയ്യും. സോ കാറുകളെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കാറ്റഗറി ഓഫ് ടാബിലേക്ക് പോയിക്കുന്നത് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഓഫ് ഇതിലേക്ക് പോയിക്കുന്നത് നമുക്കറിയാം, അതിൽ കാർ മാത്രമേ ഉള്ളൂ. സോ ആ ഓട്ടോമാറ്റിക്കലി സെർച്ച് റിസൾട്ട് വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ കാറ്റഗറി ടാബായിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരും സഫാരിയിൽ. ഇനി മുതൽ ആപ്പിൾ ഇന്റലിജൻസ് വരുമെന്നാണ് കേൾക്കുന്നത്. സോ ഇതൊക്കെ നമുക്ക് കിട്ടിയ ലീക്സ് ആണ്. വാരി ഉപ്പിട്ട് മാത്രം കേട്ടാൽ മതി, ഇതേപോലെ തന്നെ വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ വന്നാൽ എന്തായാലും അടിപൊളിയായിരിക്കും. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ജെമിനി യൂസ് ചെയ്യാറില്ല, ഗൂഗിൾ ജെമിനി. മിക്കവാറും ആൾക്കാർ ജെമിനിയുടെ വെബ്സൈറ്റിൽ കയറിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി മുതൽ മാക് യൂസേഴ്സിന് ഒരു സ്റ്റാൻഡ് ലോൺ ആപ്പ് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജെമിനിക്ക് വേണ്ടി. സോ ഗൂഗിൾ ജെമിനിയുടെ ആ ആപ്ലിക്കേഷൻ യൂസ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും എന്നാണ് കിട്ടിയ റിപ്പോർട്ട്. സോ യൂസ് ചെയ്യാത്തവരുണ്ടാകും, യൂസ് ചെയ്ത് നോക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആപ്പിൾ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ആപ്പിളിന്റെ ഏറ്റവും വലിയ വൺ ഓഫ് ദ മെയിൻ ഫോക്കസ് ആണ് 2030 എന്ന് പറയുന്നത്. എന്താണ് 2030 എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ കംപ്ലീറ്റ് പ്രൊഡക്റ്റുകളും കാർബൺ ന്യൂട്രൽ ആക്കി മാറ്റണം എന്നാണ് ആപ്പിളിന്റെ ഫോക്കസ്. സോ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ റിപ്പോർട്ടിൽ ആപ്പിൾ ഏകദേശം 30% ഓഫ് അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം കാർബൺ ന്യൂട്രൽ ആയിട്ട് മാറ്റി എന്നുള്ള ഒരു സന്തോഷ വാർത്ത ആപ്പിൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ വിച്ച് മീൻസ് 2030 ആകുമ്പോഴത്തേക്കും റെസ്റ്റ് ഓഫ് ദ 70% കൂടെ ആപ്പിൾ കാർബൺ ന്യൂട്രൽ ആക്കും. കാർബൺ ന്യൂട്രൽ ആക്കുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മാത്രമല്ല, അവരുടെ സ്റ്റോറുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ അറ്റ്മോസ്ഫിയറിനും നമ്മുടെ എൻവയോൺമെന്റിനും പ്രശ്നം വരാതെ കാർബൺ ന്യൂട്രൽ ആക്കി മാറ്റുമെന്നാണ് അവരുടെ ഫോക്കസ്. അങ്ങനെ വരട്ടെ. പക്ഷെ ഈ കാർബൺ ന്യൂട്രൽ അല്ലെങ്കിൽ എന്താണ് എൻവയോൺമെന്റ് മാനേജ്മെന്റായ VP ഒക്കെ റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ആരാണ് അതിൽ വരാൻ പോകുന്നത്, ആരൊക്കെയാണ് അതിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഒന്നും പിടുത്തില്ല. സോ അങ്ങനത്തെ ഒരു കാര്യവും ആപ്പിളിനുള്ളിൽ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇനിയുള്ള ന്യൂസ് അത്യാവശ്യം നല്ലൊരു ന്യൂസാണ്. കാരണം ബ്ലാക്ക് മാജിക് ആപ്പില്ലേ, ക്യാമറ ആപ്പ്, മറ്റേ ഈ ബ്ലാക്ക് മാജിക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബ്ലാക്ക് മാജിക് ആപ്ലിക്കേഷൻസ് ഇല്ലേ ക്യാമറക്ക് വേണ്ടി. എന്റെ പേഴ്സണലി എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ക്യാമറയിൽ, നമ്മൾ നോർമൽ ഐഫോൺ ക്യാമറ അല്ല വീഡിയോ എടുക്കുന്നത്, ബ്ലാക്ക് മാജിക് ക്യാമറയിൽ സൂപ്പർ ഈ പറയുന്ന വീഡിയോസും അതോടൊപ്പം പോർട്രേറ്റ്സ് കൊടുക്കും. പോർട്രേറ്റ്സ് നമ്മുടെ വേർട്ടിക്കലുള്ള വീഡിയോസ് അവർ എടുത്തിട്ട്. സോ കുറേയധികം ആൾക്കാരുണ്ട് ബ്ലാക്ക് മാജിക് ആപ്ലിക്കേഷനിൽ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇത്, ഇപ്പൊ ഞാൻ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതേപോലെ ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ബ്ലോഗേഴ്സ് എനിക്കറിയാം. പക്ഷെ അവർക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്താ അറിയോ, അവർ വെച്ചിരുന്ന ക്യാമറ ആംഗിൾ കറക്റ്റ് ആണോ, പൊസിഷൻ കറക്റ്റ് ആണോ, അവരുടെ റൂൾ ഓഫ് തേർഡിൽ കറക്റ്റ് സെന്ററിൽ അലൈൻഡ് ആണോ, അങ്ങനൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇനി നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ക്യാമറ, ഈ പറഞ്ഞ ബ്ലാക്ക് മാജിക് ക്യാമറ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. ഫോണിലല്ല, വാച്ചിൽ ഇൻസ്റ്റാൾ ആവും. ഇനി മുതൽ നിങ്ങളുടെ സ്ക്രീനിന്റെ പ്രിവ്യൂ വാച്ചിൽ കാണാൻ പറ്റും. നമുക്ക് ക്യാമറയില്ല, അതായത് ഐഫോണിന്റെ ഡിഫോൾട്ട് ക്യാമറയിൽ മാത്രം ഉണ്ടായ ഓപ്ഷൻ ഇപ്പോൾ ബ്ലാക്ക് മാജിക് ക്യാമറയിലും വന്നിട്ടുണ്ട്. സോ അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ട് കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഷോട്ട് കിട്ടുന്നത് എന്ന് കാണാൻ വേണ്ടി ഏറ്റവും നല്ല ഓപ്ഷനാണ് പ്രിവ്യൂ ഓൺ വാച്ച് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ വരുന്നുണ്ട്. ആൻഡ് ഐഫോണിന്റെ കാര്യം പറയുമ്പോൾ ഓരോ ബ്രാൻഡിനും ഓരോ ലോയൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലോയാലിറ്റി എന്നതുണ്ടാവും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോയാലിറ്റി ഉള്ളൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഐഫോൺ ആണ്. കസ്റ്റമേഴ്സിന് ലോയാലിറ്റി ഉള്ളൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ആപ്പിളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും ഐഫോൺ ആണ്. US ഈ പറഞ്ഞ സർവേ അനുസരിച്ച്
കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് 90% ഐഫോൺ യൂസേഴ്സിന്റെ സാറ്റിസ്ഫൈഡ് ആയുള്ള സർവേ നോക്കുമ്പോൾ ഇപ്പോൾ അത് 96ലേക്ക് ആ ലോയാലിറ്റി കസ്റ്റമേഴ്സ് കൂടിയിട്ടുണ്ട്. വിച്ച് മീൻസ് ആപ്പിൾ കൊടുക്കുന്ന ഓരോ ഫീച്ചേഴ്സും അവർക്ക് അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന പല ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഐഫോണിലെ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ് നമുക്ക് ലഭിക്കാത്തത്. സോ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മാർക്കറ്റാണ്. അവരുടെ മാർക്കറ്റ് എന്ന് വെച്ചാൽ അമേരിക്കൻ മാർക്കറ്റാണ്. അമേരിക്കയിൽ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡിജിറ്റൽ പാസ്പോർട്ട് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ട്, AFib ഉണ്ട്, എല്ലാ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. പല നാടുകളുടെയും ഗവൺമെന്റ് അതിന് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടും അതിന്റെ അപ്രൂവൽ കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഓപ്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് ഏറ്റവും അവസാനം അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമാണ് ആപ്പിൾ പേ ഇവിടെ വരുന്നത്. ആപ്പിൾ പേ വരുമ്പോൾ തന്നെ ടാപ്പ് ടു പേ വരില്ല എന്നൊരു റിപ്പോർട്ട് ഉണ്ട്. കാരണം ആപ്പിൾ പേ ആദ്യം വരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യില്ലേ, ഇപ്പോ ആമസോൺ, ഗൂഗിൾ പേ, ഫോൺ പേ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യില്ലേ, ആ ചെക്ക്ഔട്ട് ഓപ്ഷനിൽ നമുക്ക് ആപ്പിൾ പേ വരുന്നതാണ് ഇപ്പൊ പറയുന്ന റിപ്പോർട്ട്. ആദ്യം ഇനീഷ്യലി നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേയുടെ ആ ഒരു ചെക്ക്ഔട്ട് മെത്തഡായിരിക്കും കൊണ്ടുവരുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ലീഗൽ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് കൊടുത്താലാണ് ടാപ്പ് ടു പേ വരുള്ളൂ. ഇല്ല, എനിക്ക് ടാപ്പ് ടു പേയും കൂടെ വരുന്നുണ്ടെങ്കിൽ എനിക്കും സന്തോഷമാണ്. കിട്ടിയ റിപ്പോർട്ട് ഞാൻ പറയാണ്. സോ അങ്ങനെ കുറെ അധികം ലീഗൽ എൻറ്റിറ്റീസും അതോടൊപ്പം കുറെ പോളിസീസും നോംസും എല്ലാം ക്ലാരിഫൈ ചെയ്താൽ മാത്രമാണ് ആപ്പിളിന് ഒരു കാര്യം ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്ത് ഇറക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ എന്താ പറയുക പ്രൈവസിയും അതോടൊപ്പം നാടിന്റെ പ്രൊട്ടക്ഷനും എല്ലാത്തിനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ആപ്പിൾ മാപ്സിന്റെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് സാറ്റലൈറ്റ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സാറ്റലൈറ്റ് വ്യൂ ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ്. അമേരിക്കക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ കുറെ പേര് ചോദിക്കും അപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കും. ഗൂഗിൾ മാപ്പ് കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലാവരും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നതാണ് ആ ഒരു യൂസേഴ്സ് ഡാറ്റ അവർക്ക് കിട്ടുന്നത്. ഐഫോൺ യൂസേഴ്സ് ആപ്പിൾ മാപ്പ് ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സോ അവർക്ക് ഡാറ്റ കിട്ടുന്ന കാര്യങ്ങൾ കുറവാണ്. ഈ ഡാറ്റ കിട്ടിയാലാണ് ഇതെല്ലാം ഇൻപുട്ട് കൊടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയില് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തൊട്ട് കമന്റ് ചെയ്യുക. ഇതേപോലെ ആപ്പിളിന്റെ കാര്യങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അറിയുന്നത് നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ വാൾപേപ്പേഴ്സും റീൽസും അപ്ഡേറ്റ്സും അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് signing from Eka.